അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 98. വ്യാസ് കാറിൽ നിന്നും ഇറങ്ങിയതും അവന്റെ നോട്ടം ആദ്യം പോയത് പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന ബുള്ളറ്റിലേക്കാണ്. ഇത് അഗ്നിയുടെ ബുള്ളറ്റാണല്ലോ. വ്യാസ് സംശയത്തോടെ പറഞ്ഞുകൊണ്ട് സിറ്റ് ഔട്ടിൽ അവനെ നോക്കി നിൽക്കുന്ന വനജയുടെയും ചന്ദ്രന്റെയും അടുത്തേക്ക് നടന്നു. അമ്മേ, അഗ്നി വന്നിട്ടുണ്ടോ? അവന്റെ ബുള്ളറ്റല്ലേ ഇത്? അവൻ വനജയോട് ചോദിച്ചു. ആ ഉണ്ട്, അകത്തുണ്ട്, നീ വാ. അവന്റെ കയ്യിലുള്ള ബാഗ് പിടിച്ചു വാങ്ങി വനജ പുഞ്ചിരിയോടെ പറഞ്ഞു. ആണോ? എന്താ പ്രത്യേകിച്ച്? അവനിന്ന് രാവിലെ കൂടെ ഞാൻ കണ്ടതല്ലേ ഉള്ളൂ. ആവോ, നീ തന്നെ ചോദിച്ചു നോക്ക്. ചന്ദ്രൻ അവനോട് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു. അയാൾ മുന്നിൽ നിന്ന് മാറിയപ്പോ വ്യാസ് കണ്ടു തന്നെ നോക്കി ചിരിക്കുന്ന അഗ്നിയെ. അവൻ പെട്ടെന്ന് വന്ന് അഗ്നിയുടെ തോളിലൊന്ന് തട്ടി. എന്താടാ ഇങ്ങോട്ടൊക്കെ? രാവിലെ കണ്ടപ്പോ നീ ഒന്നും പറഞ്ഞിരുന്നില്ലല്ലോ. വ്യാസ സംശയത്തോടെ ചോദിച്ചു. ഒന്നുമില്ലടാ, വരണമെന്ന് തോന്നി വന്നു. എന്തേ, പോണോ? എങ്കിൽ പോയേക്കാം. അഗ്നി തമാശ പോലെ അവനോട് പറഞ്ഞു. പോടാ പന്നി, ഞാൻ അതല്ല, പെട്ടെന്ന് നിന്നെ ഇവിടെ കണ്ടതുകൊണ്ട് പറഞ്ഞതല്ലേ. അല്ല, അപ്പൊ നിന്നെ കാണാതെ നിന്റെ കുഞ്ഞനെന്ത് ചെയ്യും? വ്യാസും അവനെ കളിയാക്കി. ആവോ, ഇന്നെന്തായാലും ഞാൻ ഇവിടെയാ. അഗ്നി പറഞ്ഞു. ഉവ്വേ, നീ കുറെ നിൽക്കും. എനിക്കറിയാത്തതൊന്നല്ലല്ലോ നിന്നെ. അമ്മേ, ഇവൻ ചുമ്മാ പറയുന്നതാ. ഇവൻ ആ പെണ്ണിനെ വിട്ടിട്ട് ഇവിടെ തങ്ങാനൊന്നും പോകുന്നില്ല. വ്യാസ് ഉറപ്പിച്ചു പറഞ്ഞു. വനജ ചിരിയോടെ തലയാട്ടി. ബാക്കി സംസാരമൊക്കെ ഇനി അകത്തൂന്നാവാ. രണ്ടാളും അകത്തേക്ക് കയറ്. വനജ അഗ്നിയോടും വ്യാസിനോടും പുഞ്ചിരിയോടെ പറഞ്ഞു. ഒപ്പം അവർ ഹാളിലേക്ക് കയറി. നീ എപ്പോ വന്നടാ? ഒരുപാട് നേരായോ? വ്യാസ് ചോദിച്ചു. ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോ എത്തി. അവൻ മറുപടി പറഞ്ഞുകൊണ്ട് വ്യാസിനെ പിടിച്ച് മുന്നിലേക്ക് നിർത്തി അവനുമായി ഹാളിലേക്ക് നടന്നു. ആണോ? അപ്പോ നീ ഇന്ന് നേരത്തെ വ്യാസേട്ടാ. പെട്ടെന്ന് ജ്വാല അവന്റെ മുന്നിലേക്ക് ചാടിക്കൊണ്ട് വിളിച്ചു. വ്യാസ് ഞെട്ടിക്കൊണ്ട് പുറകിലേക്ക് നീങ്ങിപ്പോയി. അടുത്ത നിമിഷം അവൻ അവളെ കൂർപ്പിച്ചു നോക്കി അവളുടെ ചെവിക്ക് നോവാതെ പിടിച്ചു. എടി കാന്താരി, നീയും ഉണ്ടായിരുന്നല്ലോ അപ്പൊ കൂടെ. എന്നിട്ടെന്നെ പേടിപ്പിക്കുന്നോ നീ? വ്യാസ് അവളുടെ ചെവിയിൽ പിടിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു. ആ, നോവുന്നു, ദേവേട്ട വിടാൻ പറ. ജ്വാല നിന്നിടത്ത് നിന്ന് തുള്ളിപ്പോയി. ഡാ, വിടടാ എന്റെ കൊച്ചിനെ. അത് കണ്ട് അഗ്നി വ്യാസിനോട് ദേഷ്യത്തോടെ പറഞ്ഞവന്റെ കൈ തട്ടി മാറ്റി. വ്യാസ് അവനെ അമ്പരന്ന് നോക്കി. എടാ, ഞാനതിന് ഇവളെ വേദനിപ്പിക്കുന്ന പോലൊന്നും പിടിച്ചില്ല. ഇവള് വെറുതെ അഭിനയിക്കുക. വ്യാസ് അഗ്നിയോട് പറഞ്ഞു. അവൻ പുരികം ചുളിച്ച് ജ്വാലയെ നോക്കിയപ്പോ അവൾ അതേന്ന് തലയാട്ടി ഇളിച്ചു കൊടുത്തു. അഗ്നി അവളെ കണ്ണുരുട്ടി നോക്കി. ജ്വാല ചുണ്ടുകൊട്ടി പെട്ടെന്ന് വ്യാസിന്റെ അടുത്തേക്ക് പോയി അവന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചു. വ്യാസ് അവളെ നോക്കി ചിരിച്ച് മുന്നോട്ട് നടന്നു. നിക്കെന്താ കഴിക്കാൻ കൊണ്ടുവന്നേ? അവള് കുറുമ്പോടെ ചോദിച്ചു. അതിന് എനിക്ക് അറിയില്ലായിരുന്നല്ലോടാ ഇന്ന് മോള് വരൂന്ന്. അറിഞ്ഞിരുന്നെങ്കിൽ ഏട്ടൻ നിനക്ക് എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കൊണ്ട് വന്നേനെ. വ്യാസ് അവളോട് സ്നേഹത്തോടെ പറഞ്ഞു. ജ്വാല തലയാട്ടി അവനുമായി സെറ്റിയിൽ വന്നിരുന്നു. ഇന്ന് എന്താ ഏട്ടൻ ലേറ്റായേ? അമ്മ പറഞ്ഞുല്ലോ ഏട്ടൻ കുറച്ചുകൂടെ നേരത്തെ എത്തൂന്ന്. ജ്വാല കാര്യമായി വ്യാസിനോട് പറഞ്ഞപ്പോ വ്യാസ് അവളെ അത്ഭുതത്തോടെ നോക്കി. അമ്മയോ? അവൻ ചോദിച്ചതും ജ്വാല ചിരിച്ചു. വ്യാസ് വനജയെ നോക്കിയപ്പോ ആ മുഖത്തും ഒരു സന്തോഷമുണ്ട്. പിന്നല്ലാതെ അച്ഛനാണോ അത്? ഈ ഏട്ടൻ എന്താ? ജ്വാല വ്യാസിനെ കളിയാക്കി. ഡി വ്യാസ് അവളെ നോക്കി കണ്ണുരുട്ടി. ഞാൻ വെറുതെ. അത് പോട്ടെ, പറ എന്താ എത്ര ലേറ്റായേ? അവള് വീണ്ടും ചോദിച്ചു. ഒന്നുമില്ലടാ, ഓഫീസിൽ നിന്നൊക്കെ കറക്റ്റ് സമയത്ത് ഇറങ്ങിയതാ. പിന്നെ അവിടുത്തെ ഒരു സ്റ്റാഫിന്റെ വക ഒരു പാർട്ടി ഉണ്ടായിരുന്നു, അതിനു കൂടി. അവന്റെ വിവാഹ നെക്സ്റ്റ് വീക്ക്. അപ്പോ അതിനു മുന്നേ ഒരു ട്രീറ്റ്. വ്യാസ് അവൾക്ക് പറഞ്ഞു കൊടുത്തതും ജ്വാല തലയാട്ടി. ചന്ദ്രനും അഗ്നിയും എല്ലാം കണ്ടുകൊണ്ട് മാറി നിന്നതേയുള്ളൂ. വനജയ്ക്കും ചന്ദ്രനും വ്യാസിനോട് സംസാരിക്കുന്നത് ലച്ചുവാണെന്നൊരു വേള തോന്നിപ്പോയി. അത്രത്തോളം അവനോട് അടുത്തിരുന്നു കൊണ്ട് അവനോട് സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട് ജ്വാല. വനജയുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങിയതും അഗ്നി അവരെ ശാസനയോടെ നോക്കി. അത് കണ്ടതും അവർ ചിരിയോടെ കണ്ണുകൾ തുടച്ച് കിച്ചണിലേക്ക് പോയി. പിന്നില്ലേട്ടാ, ഞാനും ദേവേട്ടനൊന്ന് ഇവിടെ താമസിക്കുന്നേ. അവൾ വ്യാസിന്റെ കയ്യിൽ പിടിച്ചോണ്ട് പറഞ്ഞു. ശരിക്കും? അവൻ വിടർന്ന കണ്ണോടെ ചോദിച്ചു. ആന്ന്, ശരിക്കും. സംശയമുണ്ടെങ്കിൽ ദേവേട്ടനോട് ചോദിച്ചു നോക്ക്. അല്ലേ ദേവേട്ട, നമ്മൾ ഇന്ന് ഇവിടെ തങ്ങല്ലേ? അവൾ വ്യാസിനോട് പറഞ്ഞുകൊണ്ട് അഗ്നിയോട് കൂടി ചോദിച്ചു. വ്യാസ് അവനെ നോക്കി. അതേടാ, ഇവൾക്ക് നിന്നെയും ഇവിടെ എല്ലാരെയും കാണണമെന്ന ആഗ്രഹം. ഇന്നിവിടെ നിൽക്കല്ലേന്നൊക്കെ ചോദിച്ചു. അവളുടെ സന്തോഷം അതാണെങ്കിൽ ഞാനെന്തിനെതിര് നിൽക്കണം? അഗ്നി സാദാ പോലെ പറഞ്ഞ് അവൻ അടുത്തേക്കിരുന്നു. വ്യാസ സന്തോഷത്തോടെ തലയാട്ടി. കണ്ടോ, ഇപ്പൊ വിശ്വാസായോ? അവള് ചോദിച്ചു. ആയി, പിന്നെന്താ എന്നെ കാണാൻ ആഗ്രഹം? എന്നെ ഇന്ന് രാവിലെ കൂടി കണ്ടതല്ലേ ഉള്ളൂ നീ. അവൻ ജ്വാലയുടെ തലയിൽ തലോടി വാത്സല്യത്തോടെ ചോദിച്ചു. ആ ചോദ്യം കേട്ടതും പെട്ടെന്ന് അവളുടെ മുഖം മങ്ങിപ്പോയി. അവള് പതിയെ അവന്റെ കയ്യിലേക്ക് കവിള് ചേർത്ത് വെച്ച് കണ്ണടച്ചിരുന്നു. ഒന്നുമില്ല, കാണണമെന്ന് തോന്നി. ഇടറിപ്പോയി അവളുടെ സ്വരം. അത് വ്യാസിന് മനസ്സിലാവുകയും ചെയ്തു. അവൻ സംശയത്തോടെ ചന്ദ്രനെ നോക്കി. അയാൾ അറിയില്ല എന്ന പോലെ കൈമലർത്തി.
അഗ്നിയെ നോക്കിയപ്പോ അവൻ വ്യാസിനെ നോക്കി കണ്ണിച്ചിമ്പി കാണിച്ചു. വ്യാസ് ഒന്നും മിണ്ടാതെ തന്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് കണ്ണടച്ചിരിക്കുന്ന ജ്വാലയെ നോക്കി. പെട്ടെന്ന് എന്തുകൊണ്ട് എങ്ങനൊരു വരവ്? അതും വ്യാസേട്ടാന്ന് വിളിച്ചിരുന്നവളിപ്പോ ഏട്ടാന്ന് മാത്രം വിളിക്കുന്നു. അല്ലെങ്കിൽ വല്ലപ്പോഴും മാത്രം അവളുടെ വായിന്ന് കേൾക്കുന്ന വിളിയായിരുന്നു അത്. വ്യാസ് വാത്സല്യത്തോടെ അവളുടെ തലയിൽ അവന്റെ നെറ്റികൊണ്ടൊന്ന് മുട്ടിച്ചു. ജ്വാല കണ്ണു തുറന്ന് അവനെ നോക്കി. അവൻ അവളെ നോക്കി ചിരിച്ചു. ഏട്ടൻ പോയി കുളിക്ക്, ഞാനും അച്ഛനും അമ്മയും അപ്പോഴേക്കും കഴിക്കാനുള്ളതൊക്കെ എടുത്തിട്ട് വരാട്ടോ. ശരിടാ. അവന് സമ്മതിച്ചു. ജ്വാല അല്പനേരം അവനെ നോക്കിയിരുന്നു. എന്താ മോളെ, എന്തെങ്ങനെ നോക്കുന്നേ? അവളുടെ നോട്ടം കണ്ട് വ്യാസ് ചോദിച്ചു. വെറുതെ. അവള് മറുപടി പറഞ്ഞു. അഗ്നി അവളെ തന്നെ ഉറ്റുനോക്കി. മറ്റാർക്കും അവളെ മനസ്സിലായില്ലെങ്കിലും അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നു അവളുടെ മനസ്സ്. അവൻ അവളെ കണ്ണിമ ചിമ്മാതെ നോക്കിയിരുന്നിട്ടും അവളുടെ നോട്ടം മുഴുവൻ വ്യാസിലായിരുന്നു. എന്താ ലച്ചു? വ്യാസ് അറിയാതെ ചോദിച്ചുപോയി. പെട്ടെന്ന് അബദ്ധം പറ്റിയതുപോലെ അവൻ നാക്ക് കടിച്ചു. സോറി മോളെ, ഞാൻ അറിയാതെ വിളിച്ചതാ. വ്യാസിന്റെ മുഖം നിമിഷ നേരം കൊണ്ട് വാടിപ്പോയി. പക്ഷേ അവനെ തന്നെ നോക്കിയിരുന്ന ജ്വാല പെട്ടെന്ന് കൈ ഉയർത്തി അവന്റെ വലത് കവിളിൽ അവളുടെ കൈ ചേർത്ത് വെച്ചു. വ്യാസ് അവളെ എന്തായെന്ന പോലെ നോക്കി. പെട്ടെന്ന് അവനെ ഞെട്ടിച്ചുകൊണ്ട് ജ്വാല വ്യാസിന്റെ ഇടത് കവിളിൽ അമർത്തി ചുംബിച്ചു. അഗ്നിയുടെ ചുണ്ടിലെ പുഞ്ചിരിക്ക് മാറ്റുകൂടി. ചന്ദ്രൻ നിറഞ്ഞ കണ്ണുകളോടെ അത് കണ്ടു നിന്നു. വ്യാസ് ഞെട്ടലോടെ ജ്വാലയെ നോക്കി. അതേ നിമിഷം അവൾ അവന്റെ ഇപ്പുറത്തെ കവിളിലും ഉമ്മ വെച്ചു. വ്യാസ് അവളെ അന്തം വിട്ട് നോക്കിയിരുന്നു. ലച്ചു തന്നെയാട്ടോ, അനീതി തന്നെയാ. എന്റെ ഏട്ടനാ. അങ്ങനെ മാത്രമേ ജ്വാല കണ്ടിട്ടുള്ളൂ. എന്റെ സ്വന്തം ഏട്ടനാ. അവളുടെ വാക്കുകൾ മുറിഞ്ഞുപോയി. വ്യാസിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മോളെ, അവൻ ഇടർച്ചയോടെ വിളിച്ചു. അവള് പെട്ടെന്ന് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു. വ്യാസ് അവളെ അടക്കി പിടിച്ചു. വീണ്ടും വീണ്ടും അരികിലേക്ക്. രണ്ടുപേരും കരയുകയായിരുന്നു ആ സമയം. അവന്റെ നെഞ്ചിൽ കിടന്ന് തേങ്ങിക്കൊണ്ട് അവള് മുഖമുയർത്തി അഗ്നിയെ നോക്കി. അവളെ തന്നെ നോക്കിയിരിക്കുന്ന അഗ്നിയുടെ കണ്ണുകളിലും ഒരു കലക്കം. ചന്ദ്രനിലേക്ക് നോട്ടം പോയപ്പോ ആ കണ്ണുകളും നിറഞ്ഞിരിക്കുന്നു. ജ്വാല പെട്ടെന്ന് കണ്ണുകൾ അമർത്തി തുടച്ച് വ്യാസീന്ന് അകന്നു മാറി അവനെ കൂർപ്പിച്ചു നോക്കി അവന്റെ കണ്ണ് തുടച്ചു കൊടുത്തു. പോ ദുഷ്ട, എന്നെ കരയിപ്പിച്ചില്ലേ? അവൾ അവന്റെ സങ്കടം മാറ്റാൻ കുറുമ്പോടെ പറഞ്ഞു നോക്കി. വ്യാസിന്റെ ചുണ്ടുകൾ വിടർന്നു. പോടി കാന്താരി. അവൾ അവന്റെ കവിളിൽ തട്ടി. ഈ പോയി. അപ്പോഴേക്കും ഏട്ടനും പോയി കുളിച്ചിട്ട് വാ. അച്ഛാ വാ. അവിടെ കണ്ണു നിറച്ച് നിൽക്കാണോ? ജ്വാല വ്യാസിനോട് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ചന്ദ്രന്റെ കയ്യെ പിടിച്ചു. ചന്ദ്രൻ അവളെ വാത്സല്യത്തോടെ നോക്കി അവൾക്കൊപ്പം കിച്ചണിലേക്ക് നടന്നു. അത്രയും നേരം ജ്വാലയെ നോക്കിയിരുന്ന അഗ്നിയുടെ മുഖം പരിഭവത്താൽ വീർത്തുപോയി. ഇവിടെ വന്ന ശേഷം നേരാവണ്ണൊന്നും സംസാരിച്ചിട്ടില്ല എന്നോട്. ഇപ്പോഴും എല്ലാരോടും മിണ്ടി, എന്നോട് മാത്രമില്ല. അഗ്നി മങ്ങിയ മുഖത്തോടെ സോഫയിൽ നിന്ന് എഴുന്നേറ്റു. അവന്റെ മുഖം കണ്ടതേ വ്യാസിന് കാര്യം മനസ്സിലായി. അവനും അഗ്നിക്കൊപ്പം എഴുന്നേറ്റു. അഗ്നി മുന്നോട്ട് നടന്നു. ദേവേട്ട. പെട്ടെന്ന് ജ്വാല കിച്ചണിന്ന് ഓടി വന്നു. ആ കുഞ്ഞ. അഗ്നി പെട്ടെന്ന് അവളെ തിരിഞ്ഞു നോക്കി. അതേ നിമിഷം തന്നെ ജ്വാല അവന്റെ അടുത്തേക്ക് വന്ന് അവന്റെ കവിളിൽ അമർത്തി ചുംബിച്ചു. അഗ്നിയുടെ മുഖം വിടർന്നു പോയി. അത് കണ്ട് അവൾ ഇപ്പുറത്തെ കവിളിലും അമർത്തി ചുംബിച്ചു. കുശുമ്പ് കുത്തണ്ടാട്ടോ, ഞാൻ ദേവേട്ടനെ ശ്രദ്ധിക്കുന്നൊക്കെയുണ്ട്. അവനോട് കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവന്റെ താടിയിൽ പിടിച്ചു വലിച്ച് അവള് വീണ്ടും കിച്ചണിലേക്ക് ഓടി. അഗ്നി ചിരിയോടെ അവന്റെ കവിളിൽ തലോടി. കിച്ചണിലേക്ക് എത്തും മുന്നേ അവൾ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി. അഗ്നി അവളെ നോക്കി കണ്ണു ചിമ്മി. ജ്വാല പുഞ്ചിരിയോടെ കിച്ചണിലേക്ക് കയറി. എന്റെ പൂച്ചക്കുട്ടി, അവൻ പറഞ്ഞു. അതെ, സാറിന്റെ കവിളിലെ കുട്ട കാണാനില്ല. വ്യാസ് അഗ്നിയോട് പറഞ്ഞു. കുട്ടയോ? അഗ്നിക്ക് മനസ്സിലായില്ല. ആ കുട്ട. ഇത്രയും നേരം അവള് എന്നോട് മാത്രം സംസാരിക്കുന്ന കണ്ടപ്പോ ഈ കവിള് വീർത്ത് കുട്ട പോലെയായിരുന്നു. അത് കാണാനില്ലാന്ന്. ഉമ്മ കിട്ടിയപ്പോ ശരിയായില്ലേ? വ്യാസിന്റെ മുഖത്ത് കുറുമ്പ്. അഗ്നി ചിരിയോടെ അവന്റെ വയറ്റിൽ ഒരു ഇടി കൊടുത്തു. പോടാ പന്നി. അഗ്നി ചിരിയോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. അഗ്നി, എടാ എന്താ ജ്വാല ഇങ്ങനെയൊക്കെ? വ്യാസ് പുറകീന്ന് വിളിച്ചു ചോദിച്ചു. അഗ്നി അവനെ തിരിഞ്ഞൊന്ന് നോക്കി. എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചാ അതിന് എൻ്റെ പക്കൽ മറുപടിയില്ല. പക്ഷേ അവൾ ആദ്യം നിന്നോട് ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നില്ലേ? ഇപ്പൊ ഒന്നുകൂടി സ്നേഹം കൂടിയെന്ന് മാത്രം. അഗ്നി സ്വയം താടിയിൽ ഒന്ന് തടവി. അതിന്റെ കാരണം എനിക്ക് അറിയേണ്ട അഗ്നി. മീനൂട്ടി അവളെല്ലാം കുഞ്ഞനോട് പറഞ്ഞു. അവൾക്ക് ആകെ വിഷമായിപ്പോയി എല്ലാം കേട്ടിട്ട്. കരച്ചിലായിരുന്നു. എന്നെ ഓഫീസിലേക്ക് വിളിച്ചിട്ടും കരഞ്ഞു. എന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് വന്ന് കണ്ടപ്പോ ഇവിടേക്ക് വരണമെന്നായി. അത്രയും പറഞ്ഞുകൊണ്ട് അഗ്നി സിറ്റ് ഔട്ടിലേക്ക് പോയി. വ്യാസ് അവൻ പോകുന്നൊന്ന് നോക്കിക്കൊണ്ട് പതിയെ നിശ്വസിച്ച് സ്റ്റെയർ കയറി. വ്യാസ് ഫ്രഷായി വന്നപ്പോഴേക്കും ജ്വാലയും മനജയും ചന്ദ്രനും കൂടി കഴിക്കാനുള്ളതെല്ലാം കൊണ്ടുവന്ന് ടേബിളിൽ വെച്ചിരുന്നു. ചപ്പാത്തിയും കുറുമയായിരുന്നു രാത്രിയിലേക്ക് സ്പെഷ്യൽ. ജ്വാല അഗ്നിയുടെ അരികിൽ വന്നിരുന്നതും അവൻ അവൾക്ക് വാരി കൊടുക്കാൻ തുടങ്ങി. ആർക്കും അത്ഭുതമൊന്നും തോന്നിയില്ല. കാരണം വ്യാസ് പറഞ്ഞ് ചന്ദ്രനും മനജയ്ക്കും അറിയാവുന്നതാണ് അഗ്നി എങ്ങനെയാണ് ജ്വാലയെ നോക്കുന്നതെന്ന്. ഫുഡ് കഴിച്ചു കഴിഞ്ഞതും വീണ്ടും സംസാരം തുടങ്ങി.
ജ്വാല വ്യാസിന്റെയും വനജയുടെയും ചന്ദ്രന്റെ അടുത്ത് നിന്ന് മാറിയതേയില്ല. പക്ഷെ അപ്പോഴേക്കും കഷ്ടത്തിലായത് അഗ്നിയാണ്. അവൻ അവളെ ഒന്ന് അടുത്തുപോലും കിട്ടുന്നില്ലായിരുന്നു. ഒടുവിൽ കൗസ്തുഭത്തിൽ നിന്നും കോള് വന്നപ്പോഴാണ് ജ്വാല അവരോട് സംസാരം നിർത്തി വീഡിയോ കോൾ അറ്റൻഡ് ചെയ്തത്. അപ്പുവും ചിത്രയും മോഹനും എല്ലാം വീഡിയോ കോളിൽ സംസാരിക്കുന്നുണ്ട്. വ്യാസ് മീനുവിന്റെ ശബ്ദം കേൾക്കാനായി ഇരിക്കുകയാണ്. പക്ഷേ അത് ആരും ശ്രദ്ധിക്കരുതെന്ന പോലെ അവൻ അവന്റെ ഫോണിൽ വെറുതെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും സിറ്റ് ഔട്ടിൽ തന്നെയുണ്ട്. ചിത്ര വനജയോട് ഇടയ്ക്ക് സംസാരിക്കുന്നുണ്ട്. എടി ഏട്ടത്തി, നാളെ തന്നെ ഇങ്ങോട്ട് വന്നേക്കണം കേട്ടോ. നീ ഇവിടെ ഇല്ലാത്തോണ്ട് എനിക്ക് ആകെ മൂഡ് ഓഫാ. അപ്പു പറഞ്ഞതും ജ്വാല ചിരിയോടെ തലയാട്ടി. ഞാനില്ലേ, പിന്നെന്തിനാ മൂഡ് ഓഫ്? അതുവരെ മിണ്ടാതിരുന്ന മീനുവിന്റെ പരിഭവം നിറഞ്ഞ സ്വരം. വ്യാസിന്റെ മുഖം വിടർന്നു. അത് കൃത്യമായി അഗ്നി കാണുകയും ചെയ്തു. അഗ്നി അവനെ നോക്കി അർത്ഥം വെച്ചൊന്ന് തലയാട്ടി. വ്യാസ് അഗ്നിക്ക് ഇളിച്ചു കൊടുത്തു. ജ്വാല, മീനു വിളിക്കുന്നുണ്ട്. പറ മീനു. വ്യാസേട്ടൻ എവിടെ? അവള് പതിയെ ചോദിക്കുന്നുണ്ട്. വ്യാസിന്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. ജ്വാല അവനെയൊന്ന് നോക്കി. അത് കണ്ടതും മീനു ചോദിച്ചത് കേട്ടിട്ടേ ഇല്ല എന്ന പോലെ അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. വനജയും ചന്ദ്രനും മുഖാമുഖം നോക്കിയൊന്ന് നിശ്വസിച്ചു. അഗ്നി ജ്വാലയുടെ അടുത്ത് വന്നിരുന്നു. നീ എന്തിനാ വ്യാസിനെ ചോദിക്കുന്നേ? അഗ്നി ജ്വാലയുടെ തോളിലൂടെ കൈയിട്ട് ഫോണിലേക്ക് നോക്കി മീനുവിനോട് ഗൗരവത്തോടെ ചോദിച്ചു. വെറുതെ. മീനു വിളിച്ചു. അയ്യോ, എന്താ കിണി, വെച്ചിട്ട് പോവെണ്ണേ. അഗ്നി ചുണ്ടുകൂട്ടി. ഓ ആയിക്കോട്ടെ. പിന്നെ നാളെ തന്നെ എൻ്റെ ഏട്ടത്തെയും കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കണം. വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. അടുത്ത ആഴ്ച തിരികെ ചെല്ലാൻ പറഞ്ഞു. അതുവരെയെങ്കിലും എനിക്ക് അവളോടൊപ്പം അടിച്ചു പൊളിക്കണം. മീനുവിന്റെ മുഖത്ത് വിഷമം. അത് കണ്ടപ്പോ ജ്വാലയ്ക്ക് സങ്കടായി. നീ വെച്ചോ, വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്റെ കുഞ്ഞിനെ സങ്കടപ്പെടുത്തണ്ട. അഗ്നി ജ്വാലയുടെ മങ്ങിയ മുഖം കണ്ട് പറഞ്ഞതും മീനു തലയാട്ടി. അവൾ ആരെയോ തിരയുന്നത് പോലെ തോന്നി അഗ്നിക്ക്. അതാരെയാണെന്ന് അവന് നന്നായി അറിയാം. അവൻ പെട്ടെന്ന് ജ്വാലയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി വനജയും ചന്ദ്രനെ അവൾക്ക് കാണിച്ചു കൊടുത്തു. മീനുവിന്റെ കണ്ണു നിറഞ്ഞു. വനജ അവളെ നോക്കിയിരുന്നു. പെട്ടെന്ന് മീനു കോള് കട്ടാക്കി. അഗ്നി ഒരു നിശ്വാസത്തോടെ ഫോൺ ജ്വാലയുടെ കയ്യിലേക്ക് കൊടുത്തു. ലച്ചു പോയതിനു ശേഷം അവൾ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയാ മീനു ആദ്യമായിട്ട് വ്യാസിന്റെ വീട്ടിലേക്ക് വരുന്നത്. അന്ന് വ്യാസ് പറഞ്ഞത് കേട്ട ശേഷം അവൾ ആകെ തകർന്നു പോയിരുന്നു. അതിനുശേഷം നാട്ടിലേക്ക് തിരികെ പോയി. പിന്നീട് ഒരു വർഷത്തോളം അടുപ്പിച്ച് ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അവളെ കാണും. വ്യാസിന്റെ അമ്മയോടും അച്ഛനോടും സംസാരിക്കാൻ അവൾക്ക് പേടിയാ. അവരും വ്യാസ് പറഞ്ഞ പോലെ അവളെ കുറ്റപ്പെടുത്തിയാലോ എന്നുള്ള ഭയം. പക്ഷെ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല എന്ന് അവൾക്ക് അറിയില്ലല്ലോ. അഗ്നി മനസ്സിൽ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് വനജയെ ചന്ദ്രനെ നോക്കി. അവരുടെ മുഖം വാടിയിരിക്കുന്നു. അഗ്നി അവരെ നോക്കി കണ്ണു ചിമ്മി. അതെ, ഉറങ്ങാനൊന്നും ഉദ്ദേശിച്ചല്ലേ കുഞ്ഞാ, പോയി കിടന്നേടി. ജ്വാല എന്തോ ആലോചിച്ചിരിക്കുന്നത് കണ്ട് അഗ്നി പറഞ്ഞു. അവൾ അവനെ ഒന്ന് നോക്കി. ഞാൻ സംസാരിച്ചു കഴിഞ്ഞില്ലല്ലോ ഇവരോട്. അവള് പറഞ്ഞതും അഗ്നി അവളെ കൂർപ്പിച്ചു നോക്കി. അമ്മേ. അത് കണ്ട് ജ്വാല വനജയെ വിളിച്ചു. വനജ ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. സംസാരമൊക്കെ ഇനി രാവിലെ ആവാട്ടോ, ഇവിടെ അച്ഛൻ ഉറങ്ങാനുള്ള സമയമായി. ആണോ അച്ഛാ? അവള് ചന്ദ്രനോട് ചോദിച്ചു. അതേടാ. അയാൾ പുഞ്ചിരിച്ചു. എന്നാ ശരി, നിങ്ങൾ പോയി ഉറങ്ങിക്കോ, അവള് പറഞ്ഞു. വനജ അവളുടെ കവിളിൽ പതിയെ ചുംബിച്ചു. ഗുഡ് നൈറ്റ് മോളെ. ജ്വാല ചിരിയോടെ അവരുടെ കവിളിലും ഉമ്മ വെച്ചു. ഗുഡ് നൈറ്റ് അമ്മ, അവളും പുഞ്ചിരിയോടെ പറഞ്ഞു. ചന്ദ്രനും രണ്ടുപേരോടും കൂടി ഗുഡ് നൈറ്റ് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. ജ്വാല അഗ്നിയെ നോക്കി. ദേവേട്ടൻ കിടക്കുന്നില്ലേ? അവള് ചോദിച്ചു. കിടക്കണം. പക്ഷെ അവന്റെ ശബ്ദത്തിൽ എന്തോ ഒരു ഗൗരവം. ജ്വാല സംശയത്തോടെ അവന്റെ മുന്നിൽ വന്നു നിന്നു. അഗ്നി അവളെ നോക്കി. എന്താ? അവൻ ചോദിച്ചു. എന്താ? അത് ഞാനല്ലേ ദേവേട്ടനോട് ചോദിക്കണ്ടേ? എന്താ മുഖമൊക്കെ ആകെ ഒരുമാതിരി വെയ്യേ? അവൾ എത്തിക്കുത്തി അവന്റെ നെറ്റിയിൽ തൊട്ടു നോക്കി. ഓ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിലും നീ എന്നെ കാണുന്നുണ്ടോ ഇവിടെ വന്ന ശേഷം? ഞാൻ മാത്രം എപ്പോഴും നിന്നെ നോക്കി ഇങ്ങനെ ഇരിക്കും. ഒരു നോട്ടം പോലും എൻ്റെ നേർക്കില്ല. എന്നെ മറന്നതുപോലെയാ നിന്റെ പെരുമാറ്റം, അവൻ പിണക്കത്തോടെ പറഞ്ഞു. ജ്വാല അവനെ അത്ഭുതത്തോടെ നോക്കി. തന്നോട് കുറുമ്പെല്ലാം കാണിക്കുന്ന ആളാണെങ്കിലും അവൻ ഇപ്പോൾ ഇങ്ങനെ പിണങ്ങി നിൽക്കുന്ന കണ്ടപ്പോൾ അവൾക്ക് അവനെ ഒരു കൊച്ചു പയ്യനെ പോലെ തോന്നിപ്പോയി. അവളുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു. ആരു പറഞ്ഞു ഞാൻ മറന്നൂന്ന്? ഞാൻ ദേവേട്ടനെ നോക്കുന്നൊക്കെ ഉണ്ട്. അവൾ അവന്റെ ഷർട്ടിൽ ചുരുട്ടിപ്പിടിച്ച് അവനടുത്തേക്ക് ചേർന്ന് നിന്നു. അഗ്നി അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. കുറുമ്പ് പിടിച്ച മുഖം. അവനും ചിരി വന്നു പോയി. എങ്കിലും അവനത് പുറത്ത് കാണിച്ചില്ല. ഇല്ല, നീ എന്നെ നോക്കുന്നില്ല, എനിക്കറിയാം. സ്വന്തമായിട്ടൊരു ഏട്ടനെ കിട്ടിയപ്പോ നിനക്ക് എന്നെ വേണ്ട. അവൻ മുഖം വീർപ്പിച്ചു. ജ്വാല പെട്ടെന്ന് കാലിൽ കുത്തിയുയർന്ന് അവന്റെ തലമുടിയിൽ പിടിമുറുക്കി. ആ, അഗ്നി മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു. ഒപ്പം ജ്വാല വീഴാതിരിക്കാൻ അവളുടെ ഇടുപ്പിൽ കൂടെ ചുറ്റിപ്പിടിക്കുക കൂടി ചെയ്തു. ജ്വാല അവനെ ദേഷ്യത്തോടെ നോക്കി. എന്താടി, മുടിയിന്ന് വിടുപെണ്ണേ, എനിക്ക് വേദനിക്കുന്നു. എന്തിനെങ്ങനെ നോവിക്കുന്ന നീ? അവൻ കുറുമ്പോടെ ചോദിച്ചു. ഞാൻ ദേവേട്ടനെ ശ്രദ്ധിക്കുന്നില്ല എന്ന് ആരാ പറഞ്ഞേ? ദേ, കള്ളം പറഞ്ഞാലുണ്ടല്ലോ.
അവൾ ഒന്നുകൂടി അവന്റെ തലമുടിയിൽ അമർത്തിപ്പിടിച്ചു. പെണ്ണ് വിട്, അവൻ പറഞ്ഞു. അവൾ പെട്ടെന്ന് അവന്റെ കാലിന് മുകളിൽ കയറി നിന്നു. അഗ്നി സംശയത്തോടെ അവളെ നോക്കി. ഇനിങ്ങനെ പറയോ? അവൾ ചോദിച്ചു. ഞാൻ സത്യല്ലേ പറഞ്ഞേ? അവനും ചോദിച്ചു. അല്ല, സത്യല്ല. അവൾ അവനെ തുറച്ചു നോക്കി. അതെ, സത്യം തന്നെയാ. നിനക്കിപ്പോ എന്നെ അവൻ അവളെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി അത്രയും പറഞ്ഞപ്പോഴേക്കും അടുത്ത നിമിഷം ജ്വാല അവന്റെ ചുണ്ടിൽ അമർത്തി കടിച്ചിരുന്നു. അഗ്നി എരിവ് വലിച്ചുപോയി. ജ്വാല പെട്ടെന്ന് അകന്നു മാറി. അഗ്നി അവളെ വല്ലാതെ മിഴിഞ്ഞൊരു കണ്ണോടെ നോക്കി. ഇനിങ്ങനെ പറയരുത് കേട്ടോ. പറഞ്ഞാലുണ്ടല്ലോ ഞാൻ ഇനിയും കടിക്കും, അവള് പറഞ്ഞു. എനിക്ക് വേദനിച്ചൂടി. അഗ്നി അതിന് മറുപടി പറയാതെ അവളെ കൂർത്തു നോക്കി. അവന്റെ കീഴ്ചുണ്ട് പുറത്തേക്കൊന്ന് വലിച്ചു നോക്കി. മുറിഞ്ഞതുപോലെ നീർന്നുണ്ട് അവന്. വേദനിക്കട്ടെ, അവൻ പറഞ്ഞതിന് മറുപടിയായി അവള് പറയുന്നുണ്ടെങ്കിലും അവന്റെ ചുണ്ട് മുറിഞ്ഞോ എന്ന് അവള് നോക്കുന്നുണ്ട്. മുറിഞ്ഞില്ല, ഇനി ഇങ്ങനെ പറയില്ലും കേട്ടല്ലോ. ഞാൻ കടിക്കും, പിന്നെ മുറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. അഗ്നി സ്വയം ചുണ്ടു നോക്കുന്നത് കണ്ട് ആ കൈ പിടിച്ചു മാറ്റി അവന്റെ ചുണ്ടിൽ സൂക്ഷിച്ചു നോക്കി. ജ്വാല തന്നെ അവന് പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം ഒരു താക്കീത് കൂടി നൽകി. അഗ്നി ഒരു ചിരിയോടെ പ്രണയത്തോടെ ആ പെണ്ണിനെ നോക്കിക്കൊണ്ട് അവളുടെ നെറ്റിയിലേക്ക് അവന്റെ നെറ്റി മുട്ടിച്ചു വെച്ചു. എന്നെ കടിക്കുമ്പോ ഞാൻ തരുന്ന ശിക്ഷയെ നീ വാങ്ങിക്കേണ്ടി വരും. എനിക്കും കടിക്കാൻ അറിയാം, പക്ഷെ ഞാൻ ചുണ്ടില് മാത്രമല്ല കടിക്കുക. എനിക്ക് തോന്നുന്നിടത്തെല്ലാം കടിക്കും. കടിക്കുക മാത്രമല്ല, ഉമ്മയും വെക്കും. അവന്റെ വശ്യമായ ശബ്ദത്തിൽ ജ്വാല വിറച്ചു. പെട്ടെന്ന് അവൾ അവനെ പുറകിലേക്ക് തള്ളി മാറ്റി. ഡി, അഗ്നി പുറകിലേക്കൊന്ന് നീങ്ങിപ്പോയെങ്കിലും ബാലൻസ് ചെയ്തു നിന്ന് അവളെ നോക്കി വിളിച്ചു. വൃത്തികെട്ടത്, അവൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അകത്തേക്ക് ഓടി. അഗ്നി ചിരിയോടെ അവളെ നോക്കി. ശരിയാക്കി തരാട്ടോ, അവൻ വിളിച്ചു പറഞ്ഞു. ഓ, അവളും ചിരിയോടെ തലയാട്ടി. അത് കണ്ട് നിറഞ്ഞ മനസ്സോടെ അവൻ പുറത്തേക്ക് നോക്കി നിന്നു. തുടരും.